1980-കളിലെ ഒരു സാധാരണ ദിവസം. അന്ന് ഒക്ടോബർ 7-ാം തീയതിയായിരുന്നു. സമയം രാവിലെ 7 മണി. അന്നും പതിവ് പോലെ വീട്ടുജോലികൾ ചെയ്ത് സഹായിക്കാനായി ഗൗരി എന്ന സ്ത്രീ താൻ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് പോവുകയായിരുന്നു. മീന്തലക്കര എന്ന ഗ്രാമത്തിലെ 6 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കരിക്കൻ വില്ല എന്ന വീട്ടിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. 63 വയസ്സുകാരനായ KC ജോർജും അദ്ദേഹത്തിന്റെ ഭാര്യ 56-കാരി കുഞ്ഞമ്മ റേച്ചലുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. നിറയെ കൊക്കോ മരങ്ങളാൽ നിറഞ്ഞൊരു വീടായിരുന്നു അത്. മുന്നിലെ വലിയ ഗേറ്റ് കടന്ന് പതിവ് പോലെ മുൻവാതിലിലൂടെ പ്രവേശിക്കാതെ അടുക്കള വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് ലോക്കായിരുന്നു. സാധാരണ കുഞ്ഞമ്മ ആ വാതിൽ ഗൗരിക്ക് വേണ്ടി തുറന്നിടുന്നതാണ്. അന്ന് ചിലപ്പോൾ മറന്നതാകാമെന്ന് കരുതി പ്രധാന വാതിലിനടുത്തെത്തി, മാഡം, ഗൗരിയാണ്, വാതിൽ തുറക്കാമോ? അടുക്കള വാതിൽ ലോക്കാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ വീട്ടിൽ നിശബ്ദത തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഗൗരിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവൾ തുറന്നു കിടന്ന ജനാലയിലൂടെ അകത്തേക്ക് നോക്കി. അകത്ത് കണ്ട കാഴ്ച ഒരു നിമിഷത്തേക്ക് അവളുടെ ശ്വാസോച്ഛ്വാസത്തെ തന്നെ നിശ്ചലമാക്കി കളഞ്ഞു. എന്തായിരിക്കും ഗൗരി ആ വീട്ടിൽ കണ്ടത്? എന്താണ് അവിടെ സംഭവിച്ചത്? കേരളത്തെ ഞെട്ടിച്ച കരിക്കൻ വില്ല ഇരട്ട കൊലപാതകത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ക്രൈം ഫോളിയോ. ഗൗരി ജനാല വഴി നോക്കിയപ്പോൾ ഗൃഹനാഥനായ ജോർജ് രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി ഗൗരി നാട്ടുകാരെ വിവരം അറിയിച്ചു. നാട്ടുകാർ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി അന്വേഷണം ആരംഭിച്ചു. വളരെയധികം കുഴപ്പം പിടിച്ച കരിക്കൻ വില്ല കേസ് കേരള പോലീസിലെ മികച്ച ഒരു ഉദ്യോഗസ്ഥനായ സിബി മാത്യുവിന്റെ ഇടപെടൽ മൂലം സോൾവ് ചെയ്യപ്പെട്ടു. ജനങ്ങളെ ക്രൈം സീനിലേക്ക് കയറ്റിവിടാതെ പോലീസ് അവിടെ സീൽ ചെയ്തു. ഉടനെ തന്നെ ഫോറൻസിക് സംഘമെത്തി തെളിവുകൾ ശേഖരിക്കാൻ ആരംഭിച്ചു. ഗൃഹനാഥൻ ജോർജ് ഷർട്ടൊന്നും ധരിച്ചിട്ടില്ല. ഒരു ലുങ്കി മാത്രം ധരിച്ച അയാൾ സോഫയിൽ തലകീഴായി മരിച്ചു കിടക്കുന്നു. സോഫയിൽ ഇരുന്ന സമയത്ത് കൊലപാതക പിന്നിൽ നിന്ന് അപ്രതീക്ഷിതമായി കുത്തിയതാകാം എന്നതായിരുന്നു പോലീസിന്റെ നിഗമനം. അടുക്കളയിലായിരുന്നു റേച്ചലിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അവരുടെ ശരീരത്തിനടുത്ത് ഒരു ഉടഞ്ഞ ബോട്ടിലുണ്ടായിരുന്നു. കൊലപാതകി അവരെ ആ ബോട്ടിൽ ഉപയോഗിച്ച് തലക്കടിച്ചിരുന്നു. അതിനുശേഷം അവരെ കത്തി ഉപയോഗിച്ച് കുത്തിയിരിക്കുന്നു. ആ കത്തി അവരുടെ വയറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലെ ലോക്കറുകളും അലമാരിയും ഒക്കെ തുറന്നു കിടന്നിരുന്നു. നിലത്തും ബെഡിലും രേഖകൾ ചിതറിക്കിടന്നിരുന്നു. അപ്പോഴാണ് പോലീസിന് നിർണായകമായ ഒരു തെളിവ് ലഭിച്ചത്. ചിതറിക്കിടന്ന പേപ്പറുകളിൽ ഒന്നിൽ നിന്ന് ഒരു ഷൂ പ്രിന്റ് പോലീസിന് ലഭിക്കുന്നു. അത് കില്ലറിൻ്റെതാകാമെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. വേറെ ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. വീട്ടിൽ നിന്ന് ധാരാളം ആഭരണങ്ങൾ, പണം, 2 റോളക്സ് വാച്ചുകൾ, വില കൂടിയൊരു ജാപ്പനീസ് റെക്കോർഡർ, ഇതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. കേരള ജനതയെ ഞെട്ടിവിറപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഇരുട്ടിൽ തപ്പുന്നത് പോലെയായിരുന്നു കേസ് അന്വേഷണം. അന്വേഷണ ഉദ്യോഗസ്ഥനായ സിബി മാത്യൂസ് അന്വേഷണം ഊർജിതമാക്കി. ആ വീട്ടിലെ ലിവിംഗ് റൂമിൽ മേശപ്പുറത്ത് 4 ചായക്കപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 4 പേർ കില്ലേഴ്സായി ഉണ്ട് എന്ന് അദ്ദേഹം ഊഹിച്ചു. വന്നവരെ വീട്ടിലുള്ളവർക്ക് നല്ല പരിചയമുള്ളതാണെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ഷൂ പ്രിന്റ് വെച്ച് അന്വേഷണം ആരംഭിച്ചു. കാണിച്ച കടകളിലൊക്കെ പറഞ്ഞത് അതൊരു വിദേശ നിർമ്മിത ഷൂ ആയിരിക്കുമെന്നാണ്. കില്ലർ സമ്പന്നമായ ചുറ്റുപാടിലുള്ളൊരു വ്യക്തിയാകാം എന്ന് പോലീസിന് മനസ്സിലായി. കേസിലെ പ്രധാന സാക്ഷി ഗൗരിയെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. സാധാരണയായി രാവിലെ 6:30 ജോലിക്ക് വരും, വൈകുന്നേരം 6 പോകും. അന്ന് പതിവ് പോലെ രാവിലെ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്, അല്ലാതെ മറ്റൊന്നും തനിക്ക് അറിയില്ല എന്നും അവർ പറഞ്ഞു. വില്ലയ്ക്ക് പുറത്ത് ഒരു ടയർ മാർക്ക് ഫോറൻസിക് സംഘം ശ്രദ്ധിച്ചു. കില്ലേഴ്സ് ആകാം കാറിൽ വന്നത് എന്ന് പോലീസ് ചിന്തിച്ചു. അതേപ്പറ്റി ചോദിച്ചപ്പോൾ ഗൗരി വിയർക്കാൻ തുടങ്ങി. സമയം ഏതാണ്ട് വൈകുന്നേരം 6 മണി ആയപ്പോഴേക്കും എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിരുന്നു. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കുഞ്ഞമ്മ റേച്ചൽ 4 പേർക്ക് ചായ ഉണ്ടാക്കി വെക്കാൻ എന്നോട് പറഞ്ഞത്. അതിഥികൾ പെട്ടെന്ന് എത്തുമെന്നും പറഞ്ഞു. ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിരുന്നു. അതൊരു അംബാസഡർ കാറായിരുന്നു. 4 യുവാക്കളായിരുന്നു ആ കാറിൽ വന്നത്. ആരാണെന്ന് ഞാൻ റേച്ചലിനോട് ചോദിച്ചപ്പോൾ മദ്രാസിലെ തൻ്റെ ബന്ധുവും സുഹൃത്തുക്കളുമാണെന്നാണ് അവർ പറഞ്ഞത്. ചായ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ പിന്നീട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ഈ സംഭവം നടന്നത് കണ്ടപ്പോൾ അവരെ സംശയം തോന്നി. പക്ഷെ ഞാനത് പറഞ്ഞാൽ അവർ എന്നെയും കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഇതൊന്നും അന്ന് പറയാതിരുന്നത് എന്ന് ഗൗരി പോലീസിനോട് പറഞ്ഞു. ജോർജിന്റെ ബന്ധുക്കളായിരുന്നു വന്നത്. പോലീസ് മദ്രാസിലുള്ള ജോർജിന്റെ ബന്ധുക്കളെ ഫിൽട്ടർ ചെയ്തു. സംഭവം നടന്ന് 10 ദിവസത്തിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളായ ഗുണശേഖരൻ, കിബ്ലോ ഡാനിയൽ, ഹസൻ, ജോർജിന്റെ സഹോദരിയുടെ മകനായ റെനി ജോർജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രൈം സീനിൽ ജോർജിന്റെയും കുഞ്ഞമ്മ റേച്ചലിന്റെയും അല്ലാതെ ഒരു ബ്ലഡ് സാമ്പിൾ കൂടി ലഭിച്ചിരുന്നു.
അത് റെനി ജോർജിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിൽ റെനിയാണ് ഇതിന്റെ സൂത്രധാരൻ എന്ന് മനസ്സിലായി. റെനി സ്കൂൾ കാലം മുതലേ പുകവലി, മോഷണം ഇവയൊക്കെ ശീലമാക്കിയിരുന്നു. മോശം ശീലങ്ങൾക്ക് അടിമയായിരുന്നു അയാൾ. കോളേജിൽ ചേർന്നപ്പോൾ തന്നെ പോലെയുള്ള ആളുകളെ കൂട്ടി ഒരു സംഘവും രൂപീകരിച്ചു. ഗുണശേഖരൻ, ഡാനിയൽ, ഹസൻ, അങ്ങനെ ആ സംഘത്തിലെ കൂടുതൽ പേരും സമ്പന്നരായിരുന്നു. റെനിയും സംഘവും പാർട്ടിക്കും മയക്കുമരുന്നിനായി പബ്ബുകളിലേക്കും പോവുക പതിവായിരുന്നു. റെനിയുടെ അമിതമായ പണധൂർത്തടി മാതാപിതാക്കൾക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവർ അവനെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. സുഹൃത്തുക്കളോടൊപ്പം ലോഡ്ജിലായിരുന്നു പിന്നീട് അവന്റെ താമസം. ആഡംബര ജീവിതം നയിക്കാൻ ചെയിൻ സ്നാച്ചിങ്, കാർ മോഷണം തുടങ്ങിയവയിൽ ഏർപ്പെട്ടു. കുറച്ചുകൂടെ കൂടുതൽ വരുമാനം ലഭിക്കാൻ മയക്കുമരുന്ന് കച്ചവടം നടത്താമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ മയക്കുമരുന്ന് വാങ്ങാൻ ഒരു വലിയ തുക ആവശ്യമാണ്. അപ്പോഴാണ് തൻ്റെ അമ്മാവൻ ജോർജിനെ പറ്റി അയാൾ ഓർത്തത്. ഭീഷണിപ്പെടുത്തി പണം തട്ടാം എന്നായിരുന്നു അയാൾ കരുതിയത്. അവരെ കൊല്ലണമെന്ന ഉദ്ദേശമൊന്നും ആദ്യമില്ലായിരുന്നു. ജോർജ് വർഷങ്ങളായി കുവൈറ്റിലായിരുന്നു. ധാരാളം പണം സമ്പാദിച്ച ശേഷം ഒരു ഘട്ടത്തിൽ എല്ലാം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കി. അവർക്ക് മക്കളില്ലായിരുന്നു. നാട്ടിലെത്തിയ ശേഷവും അയാൾക്ക് അയൽക്കാരുമായി അധികം ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആ വില്ലയിൽ സെക്യൂരിറ്റിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ സുരക്ഷയ്ക്കായി നായയെ വളർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു അവർ ചെയ്ത തെറ്റ്. റെനി ഒരു ദിവസം അവരെ ലാൻഡ് ഫോണിൽ വിളിച്ച് അവരുടെ സുഖവിവരം അന്വേഷിക്കുകയും ഒക്ടോബർ 6-ാം തീയതി വൈകുന്നേരം താനും സുഹൃത്തുക്കളും അവരെ കാണാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ കുട്ടികളില്ലാത്ത ജോർജും റീച്ചലും വളരെയധികം സന്തോഷിച്ചു. ഒക്ടോബർ 6 വൈകുന്നേരം അവർ ഗൗരിയോട് ചായ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ ചായ കുടിക്കാനും അവരുടെ സുഖവിവരം അന്വേഷിക്കാനുമല്ല, അവരെ കൊല്ലാനാണ് വരുന്നതെന്ന് അവർ അറിഞ്ഞതേയില്ല. വീട്ടിലേക്ക് വന്ന എല്ലാവരെയും ക്ഷണിച്ച് ജോർജും റീച്ചലും സോഫയിലിരുത്തി അവരോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും റീച്ചൽ വന്ന് അവർക്ക് ചായ കൊടുത്തു. ചായ കുടിക്കുന്നതിനിടയിൽ 4 പേരും വീടിന് ചുറ്റും നോക്കാൻ തുടങ്ങി. ഹാളിലാകട്ടെ ധാരാളം ഫോട്ടോകൾ വെച്ചിട്ടുണ്ടായിരുന്നു. റെനി അതൊക്കെ ആരൊക്കെയാണെന്ന് ചോദിക്കാൻ തുടങ്ങി. ജോർജ് ആകട്ടെ എല്ലാവരും ആരൊക്കെയാണെന്ന് വിശദീകരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് റെനി റീച്ചലിനോട് കുടിക്കാൻ കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. അവരതെടുക്കാൻ അടുക്കളയിലേക്ക് പോയി. ആ സമയത്ത് റെനി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ജോർജ് ഇരിക്കുന്ന സോഫയുടെ പിന്നിലേക്ക് പോയി. അതിനുശേഷം ജോർജിന്റെ 2 കൈകളും സോഫയുടെ പിന്നിലേക്ക് വലിച്ചു മുറുകെ പിടിച്ചു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ജോർജ് ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുൻപേ ഡാനിയലും ഗുണശേഖരനും പോക്കറ്റിൽ നിന്നൊരു ചെറിയ കത്തിയെടുത്ത് ജോർജിന്റെ നെഞ്ചിലും വയറിലും ആഞ്ഞു കുത്താൻ തുടങ്ങി. ജോർജ് കരുത്തനായ ഒരു വ്യക്തിയായിരുന്നു. അയാൾ തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് റെനിക്ക് പരിക്കേറ്റത്. അങ്ങനെ അയാൾക്ക് ബ്ലഡ് ഒരുപാട് വരാൻ തുടങ്ങി. ആ ഒരു രീതിയിലാണ് റെനി ജോർജിന്റെ ബ്ലഡ് ആ ഒരു ക്രൈം സീനിൽ വന്നത്. ഇതേ സമയം സൗണ്ടൊക്കെ കേട്ടിട്ട് കുഞ്ഞമ്മ റീച്ചൽ ഹാളിലേക്ക് ഓടി വരാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ റെനി ജോർജ് അവിടെ എത്തുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് കുപ്പി പിടിച്ചു മേടിച്ച് റേച്ചലിന്റെ തലയിൽ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. അതോടെ അവർ ബോധരഹിതയെ നിലത്തു വീണു. പക്ഷേ അവരെപ്പോഴും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹസൻ അടുക്കളയിൽ ഇരുന്നൊരു കത്തിയെടുത്ത് അവരുടെ വയറ്റിലേക്ക് ആഞ്ഞു കുത്തി. ആ ഒരു കുത്തേറ്റാണ് ആ സ്ത്രീ മരിച്ചത്. അതിനുശേഷം കൊലപാതകികൾ സിഗരറ്റൊക്കെ കത്തിച്ചുകൊണ്ട് ആ വീട്ടിലെ അലമാരിയും ലോക്കറും എല്ലാം തകർത്ത് അന്വേഷിക്കാൻ തുടങ്ങി. അവർക്ക് ധാരാളം പണവും സ്വർണവും ഒക്കെ ലഭിച്ചു. മാത്രമല്ല ക്രൈം സീനിലെ എല്ലാ തെളിവുകളും അവർ മായ്ക്കാനും തുടങ്ങി. കില്ലർ എത്രത്തോളം പരിശീലനം നേടിയിട്ടുണ്ടെങ്കിലും അവൻ അറിയാതെ ചില തെളിവുകൾ അവിടെ വിട്ടിട്ട് വരും. ഇവിടെയും അതുപോലെ ഷൂ പ്രിന്റ്, ടീ ഗ്ലാസ്, കാറിന്റെ ടയറിന്റെ പാടുകൾ, ഇതുപോലെയുള്ള ഒരുപാട് തെളിവുകൾ അവരറിയാതെ അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടത്തിയ ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ അതേ കാറിൽ അവർ കോട്ടയം ആശുപത്രിയിൽ പോയി. എന്നിട്ട് റെനിക്കുണ്ടായിരുന്ന മുറിവ് ചികിത്സിച്ചതിന് ശേഷം എല്ലാവരും മദ്രാസിലേക്ക് തിരിച്ചുപോയി സാധാരണ ജീവിതം നയിക്കാനും തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് പോലീസ് ആ 4 പേരെയും അറസ്റ്റ് ചെയ്തത്. അവർക്ക് 15 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. കരിക്കിൻ വില്ലയിലെ ഈ യഥാർത്ഥ കൊലപാതകത്തെ അടിസ്ഥാനമാക്കി 1982 മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. 15 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് മോചിതനായ റെനി ഒരു നല്ല വ്യക്തിയായി ജീവിക്കുകയായിരുന്നു. ഈ കേസിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള മറ്റൊരു കേസുമായി വരുന്നതുവരെ സുരക്ഷിതരായിരിക്കുക. ബൈ.